ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഗവൺമെന്റ് നമ്മൾ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ കഴിയണം, സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയണം, ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണമെന്നതാണ്. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം തകർത്തത് കേരളത്തിന്റെ സമാധാന ജീവിതമാണ്. അക്രമം, കൊലപാതകം ഇന്ന് നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നാടിന്റെ വികസനത്തിന് ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയമായിരുന്നു. തൃക്കാക്കര പോലെ കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള പ്രദേശത്ത് ദീർഘവീക്ഷണത്തോടുകൂടി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഴിയാത്ത കഴിവുകേട് കാണിച്ച ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനം നയിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമുക്കറിയാം, സ്മാർട്ട് സിറ്റി പോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ നാടിന്റെ വികസനത്തിന് അനുയോജ്യമായി രൂപപ്പെടുത്തിയിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിരാശാജനകമെന്ന് പറയട്ടെ, അത്തരം പദ്ധതികൾ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സമഗ്രമായ വികസനം എന്നതാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമാധാനപൂർണമായ ഒരു കേരളമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന കർമ്മപരിപാടികളുടെ രൂപീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാഗ്ദാനങ്ങൾ നിരത്തിവെക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പു നൽകുന്നു, ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങളുടെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു സഹോദരനെ പോലെ, സഹപ്രവർത്തകനെ പോലെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം ഏറ്റെടുത്ത് ഇതിന്റെ പങ്കാളിത്തം വഹിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ചിന്തയും വികാരവും തിരിച്ചുവിട്ട് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കണം എന്നൊരിക്കൽ കൂടി വിനയപുസ്തകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം, നിങ്ങളുടെ ആശീർവാദം ഉണ്ടാകണം, നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്.